എന്നോടൊപ്പം ഉള്ളത് മുൻ പ്രതിപക്ഷ നേതാവ് അത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ് ഹരിപ്പാട്. ഒപ്പം നമ്മുടെ രാജേഷ് എം എൽ എ ഉണ്ട്. അതായത് വി എസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒന്നും വി എസ് എന്ന പ്രതിപക്ഷ നേതാവിന് എൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഹരിപ്പാടുമായിട്ട് നല്ല ബന്ധമാണ് അദ്ദേഹത്തിനുണ്ട്, വളരെ വർഷമുള്ള ബന്ധം. തീർച്ചയായിട്ടും അതുപോലെ തന്നെ വ്യക്തിപരമായി ഞങ്ങൾ തമ്മിലും നല്ല ബന്ധമാണ്. അപ്പം അതുകൊണ്ടാണ് രാത്രി മുഴുവൻ നോക്കി, പക്ഷേ ഇപ്പോഴാണ് എത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ കാത്തിരിക്കും. ഈ ജനങ്ങൾക്കൊപ്പമുള്ള ഒരു കാത്തിരിപ്പിലാണെന്നും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലൂടെ വരികയല്ലേ, അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കാത്തിരിക്കണ്ടേ. അവസാനത്തെ കാത്തിരിപ്പല്ലേ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും മോത്തി, അതായത് സ്വാഭാവികമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വി എസിനെ സ്നേഹിക്കുന്നവർ ഹരിപ്പാട് അതുതന്നെയാണ് രമേശ് ചെന്നിത്തലയും പറയുന്നത്. ഹരിപ്പാടിൻ്റെ മണ്ണിലേക്ക് വി എസ് എത്തുമ്പോൾ വി എസിനെ കാണുവാൻ വേണ്ടി മണിക്കൂറുകളായി പുലർച്ചെ കനത്ത മഴയെപ്പോലും അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ജനസമൂഹത്തെ നമുക്ക് കാണാം. വി എസ് വിലാപയാത്ര കടന്നു പോകുമ്പോൾ വി എസിന് അഭിവാദ്യം അർപ്പിക്കുവാൻ വേണ്ടി ഇവരെല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഇനിയുമുള്ള അടുത്ത പോയിന്റ് കടക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വി എസിന് വേണ്ടി കണ്ണേ കേരള എന്നുള്ള മുദ്രാവാക്യവുമായി പെരുമഴയത്ത് നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ കണ്ടമിടറി വിളിക്കുന്ന മുദ്രാവാക്യത്തിൽ അതിനാണ് ഈ പഴയ്ക്ക് മുകളിലേക്ക് വി എസ് എന്ന വികാരം ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ്. വാഹന വ്യൂഹം അങ്ങോട്ടേക്ക് എത്തുമ്പോൾ സ്വീകരിക്കാൻ ഹരിപ്പാടുമായും താനുമായും ഒക്കെ വലിയ ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. നിരവധി മനുഷ്യർ രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത വ്യത്യാസമന്യേ, പ്രദേശങ്ങളുടെ വ്യത്യാസമന്യേ എല്ലാവരും കാത്തു നിൽക്കുന്നു വി എസ് എന്ന ഒരു മഹാകായനെ സ്വീകരിക്കാൻ. ഏറ്റവും അവസാനം ഒരു സല്യൂട്ട് നൽകി നെഞ്ചിലെല്ലാ കാലവും ചേർത്ത് വെക്കാനായി കാത്തു നിൽക്കുന്നു. അഭിലാഷ് മോഹൻ, വഴിനീളെ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.